ഹലോ. സോ ഞാനിവിടെ പറയുന്നത് അപ്ലൈഡ് എൻതമോളജിയിൽ വരുന്ന മൊഡ്യൂൾ 2 വരുന്ന സംഭവങ്ങളാണ് ഹാംഫുൾ ഇൻസെക്ട്സ്, പെസ്റ്റ് ഓഫ് ക്രോപ്സ് ആൻഡ് ഡൊമസ്റ്റിക് ആനിമൽസ്. അതാണ് എൻ്റെ ടോപ്പിക്ക്. ആ ടോപ്പിക്കിൽ ഞാൻ 4 ടോപ്പിക്കാണ് പറയുന്നത്. ഒന്ന് പെസ്റ്റ് എന്താണ്, പെസ്റ്റിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്, കൈൻഡ്സ് ഓഫ് പെസ്റ്റ് പറയുന്നുണ്ട്, പെസ്റ്റ് ഔട്ട് ബ്രേക്കും അതിൻ്റെ റീസൺസും പറയുന്നുണ്ട്, പിന്നെ വെക്ടേഴ്സ് ഓഫ് ഹ്യൂമൻ ഡിസീസ്. ഈ 4 ടോപ്പിക്കാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് നമുക്ക് പെസ്റ്റ് എന്താണെന്ന് നോക്കാം. Pests are the harmful species whose population size or population density may go beyond the damage threshold level all the year round or during specific seasons, adversely affecting the quantity, quality and economic value of useful human resource. അതെന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ക്വാണ്ടിറ്റിനെയോ ക്വാളിറ്റിനെയോ അല്ലെങ്കിൽ എക്കണോമിക് വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്ന രൂപത്തിൽ ഒരു ഹാംഫുൾ സ്പീഷീസിൻ്റെ പോപ്പുലേഷൻ്റെ സൈസോ പോപ്പുലേഷൻ്റെ ഡെൻസിറ്റിയോ കൂടുക മീൻസ് അതിൻ്റെ ഒരു ത്രിഷോൾ ലെവലിനേക്കാളും കൂടി വരിക. അതോ ആ ഒരു ത്രിഷോൾ ലെവലിനേക്കാളും കൂട്ടുന്ന ഒരു ഹാംഫുൾ സ്പീഷീസിനെ നമ്മൾ പറയുന്ന പേരാണ് പെസ്റ്റ്. അപ്പോൾ ആൻ ഇൻസെക്ട് സ്പീഷീസ് ബിക്കം എ പെസ്റ്റ് വെൻ ഇറ്റ്സ് പോപ്പുലേഷൻ ഗ്രോ ബിയോണ്ട് എ സെർട്ടൻ എക്കണോമിക് ലെവൽ. ഒരു ഇൻസെക്ട് സ്പീഷീസ് പെസ്റ്റ് ആവണത് എപ്പോഴാണെന്ന് വെച്ചാൽ ഓരോ പോപ്പുലേഷന് ഒരു എക്കണോമിക് ലെവലിനേക്കാളും കൂടുമ്പോഴാണ്, ഒരു എക്കണോമിക് ലെവലിനേക്കാളും കൂടുമ്പോഴാണ് ഒരു ഇൻസെക്ട് സ്പീഷീസ് പെസ്റ്റായിട്ട് ആക്ട് ചെയ്യുക. അതിൽ ഇക്കണോമിക് EIL എന്ന് പറയുന്നത് ഇക്കണോമിക് ഇഞ്ചുറി ലെവലാണ്. എക്കണോമിക് ഇഞ്ചുറി ലെവൽ റെപ്രസെൻറ്റ് ദ സ്റ്റേറ്റ് ഓഫ് എ പെസ്റ്റ് പോപ്പുലേഷൻ ഇൻ വിച്ച് പെസ്റ്റ് സ്പീഷീസ് ക്യാൻ ഇൻഫ്ലിക്റ്റ് കൺസിഡറബിൾ ഡാമേജ് ഓൺ ക്രോപ്സ്. ഒരു ക്രോപ്പിൽ ഒരു കൺസിഡറബിൾ ഡാമേജ് ഒരു സ്പീഷീസിന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എക്കണോമിക് ഇഞ്ചുറി ലെവൽ എന്ന് പറയുന്നത്. Insects are perhaps the most frequent and the most prolific of all biological pests. ഇൻസെക്റ്റ് ബയോളജിക്കൽ പെസ്റ്റ് തന്നെ മോസ്റ്റ് ഫ്രീക്വൻറ്റും മോസ്റ്റ് പ്രോലിഫിക്കും ആണെന്ന് പറയുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ദേ ബിഹേവ് ആസ് ഓപ്പർച്യൂണിറ്റിക് സ്പീഷീസ് ആയിട്ട് അവർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റും. റീപ്രൊഡ്യൂസ് റാപ്പിഡായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാനും ആൻഡ് മൈഗ്രേറ്റ് ക്വിക്ക്ലി ടു ഡിസ്റ്റർബ്ഡ് ഏരിയാസിക്ക് ക്വിക്ക്ലി മൈഗ്രേറ്റ് ചെയ്യാനും ഓരോ കൊണ്ട് ക്യാപ്പബിളാണ്. അതുകൊണ്ടാണ് ഓരോ ബയോളജിക്കൽ പെസ്റ്റ് തന്നെ മോസ്റ്റ് ഫ്രീക്വൻറ്റും മോസ്റ്റ് പ്രോലിഫിക്കും ആണെന്ന് പറയുന്നത്. പിന്നെ ദേ ക്യാൻ കോമ്പീറ്റ് അഗ്രസീവ്ലി എഗെയിൻസ്റ്റ് മോർ സ്പെഷ്യലൈസ്ഡ് എൻഡമിക് സ്പീഷീസിനോട് അഗ്രസീവ്ലി കോമ്പീറ്റ് ചെയ്യാനും ആൻഡ് ക്യാൻ ഓഫൺ ടേക്ക് ഓവർ എ ബയോട്ടിക് കമ്മ്യൂണിറ്റി. ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റിനെ ടേക്ക് ഓവർ ചെയ്യാനും എൻഡമിക് സ്പീഷീസിനോട് അഗ്രസീവ്ലി കോമ്പീറ്റ് ചെയ്യാനും പറ്റും. പിന്നെ അടുത്ത ടോപ്പിക്കാണ് കൈൻഡ്സ് ഓഫ് ഇൻസെക്ട്സ് പെസ്റ്റ്. അതിലൊരു 16 കൈൻഡ്സ് നമ്മൾ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മേജർ പെസ്റ്റ്, ദ സീരിയസ്ലി ഡാമേജിങ് പെസ്റ്റ് സ്പീഷീസ് ഹൂസ് ജനറൽ ഇക്വിലിബ്രിയം പൊസിഷൻ, അതായത് GEP ജനറൽ ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് ക്ലോസ് ടു ദ എക്കണോമിക് ഇഞ്ചുറി ലെവൽ. അത് ജനറൽ ഇക്വിലിബ്രിയം പൊസിഷനും എക്കണോമിക് ഇഞ്ചുറി ലെവലും ക്ലോസ് ടു ഈച്ച് അതറാണ്. ചില സമയത്ത് അത് മേ ബി ഓൾമോസ്റ്റ് അറ്റ് ദ സെയിം ലെവലാവും. അപ്പോൾ ഈ ജനറൽ ഇക്വിലിബ്രിയം ലെവൽ എന്ന് വെച്ചാൽ ഒരു പെസ്റ്റ് ഡെൻസിറ്റിൻ്റെ ഒരു മീൻ വാല്യൂ ആണ്. ഈ മീൻ വാല്യൂവിനെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ്റെ ചേഞ്ച് കൊണ്ട് അതിൽ മാറ്റം വരാം. അപ്പോൾ മെയിനായിട്ട് ജനറൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് പെസ്റ്റ് ഡെൻസിറ്റിൻ്റെ ഒരു മീൻ വാല്യൂ ആണ്. ഈ മേജർ പെസ്റ്റിൽ ഈ പെസ്റ്റ് ഡെൻസിറ്റിൻ്റെ മീൻ വാല്യൂ ഉണ്ടല്ലോ, അത് എക്കണോമിക് ഇഞ്ചുറി ലെവലിനോട് ഓൾമോസ്റ്റ് സിമിലർ ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലോസ് ടു ഈച്ച് അതർ ആവും, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആവും. അടുത്തതാണ് നമ്മൾ മൈനർ പെസ്റ്റിനെ പറ്റി പറയേണ്ടത്. മൈനർ പെസ്റ്റിൽ ദ പെസ്റ്റ് സ്പീഷീസ് ഹൂസ് GEP റിമൈൻ ബിലോ ദ എക്കണോമിക് ലെവൽ ആൻഡ് ദ ഡാമേജ് ത്രിഷോൾഡ് ലെവൽ ഓർ ദ ഡാമേജ് ബൗണ്ടറി. മൈനർ പെസ്റ്റിൽ ജനറൽ ഇക്വിലിബ്രിയം പൊസിഷൻ എപ്പോഴും എക്കണോമിക് ഇഞ്ചുറി ലെവലിനേക്കാളും കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ മൈനർ പെസ്റ്റ് എന്ന് പറയണം. പിന്നെ മൂന്നാമത്തതാണ് പൊട്ടൻഷ്യൽ പെസ്റ്റ്. ദീസ് ആർ ദ മൈനർ പെസ്റ്റ് വിച്ച് ഹാവ് ദ ഇൻഹറൻറ്റ് പൊട്ടൻഷ്യാലിറ്റി ടു റൈസ് ദ പെസ്റ്റ് സ്റ്റാറ്റസ്. പെസ്റ്റ് സ്റ്റാറ്റസിനെ പൊട്ടൻഷ്യാലിറ്റി കൂട്ടാനുള്ളൊരു ഇൻഹറൻറ്റ് കപ്പാസിറ്റി അവർക്കുണ്ട്. ഈവൻ ദോ ദേ ആർ നോർമലി സപ്രസ്ഡ് ബൈ നാച്ചുറൽ റെഗുലേഷൻ കൊണ്ട് ഒരാ പൊട്ടൻഷ്യാലിറ്റി നോർമലി സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദേ മേ ബിക്കം സീരിയസ് പെസ്റ്റ് വെൻ മാൻ ഡെലിബറേറ്റ്ലി എക്സ്ക്രിമിനേറ്റ് ദ അതർ ടൈപ്പ് ഓഫ് പെസ്റ്റ് ഇൻ ആൻ ഏരിയ. ഓരെപ്പോഴാണ് സീരിയസ് പെസ്റ്റ് ആവണതെന്ന് വെച്ചാൽ മാൻ ഡെലിബറേറ്റ്ലി എക്സ്ക്രിമിനേറ്റ് ദ അതർ ടൈപ്പ് ഓഫ് പെസ്റ്റ്. ഡെലിബറേറ്റ്ലി എക്സ്ക്രിമിനേറ്റ് ദ അതർ ടൈപ്പ് ഓഫ് പെസ്റ്റ്. ഒരു ഏരിയയിലുള്ള പെസ്റ്റിനെ ഡെലിബറേറ്റ്ലി എക്സ്ക്രിമിനേറ്റ് ചെയ്യുമ്പോഴാണ് ഇവർ പോട്ടൻ്റായിട്ട് സീരിയസ് പെസ്റ്റായിട്ട് ആക്ട് ചെയ്യുക. പിന്നെ നാലാമത്തതാണ് കീ പെസ്റ്റ്. ദീസ് ആർ ദ മേജർ പെരിനിയൽ ഓർ പെർസിസ്റ്റൻറ്റ് പെസ്റ്റ് ഓഫ് സ്പെസിഫിക് ക്രോപ്സ്. ഒരു പെർസിസ്റ്റൻറ്റ് പെസ്റ്റാണ്, സ്പെസിഫിക് ക്രോപ്സിലേക്കും ഇവരെ ആക്ട് ചെയ്യുക.
their individual members have very high damage potential. ഒരു ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന് തന്നെ നല്ല ഡാമേജ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആസ് എ റൂൾ ദേ എക്സിസ്റ്റ് ഇൻ ലാർജ് അബണ്ടൻസ് ആൻഡ് ഇൻഫ്ലിക്റ്റ് സീരിയസ് ഡാമേജ് ഓൺ ക്രോപ്സ്. ഒരു നന്നായിട്ട് കാണപ്പെടുകയും ചെയ്യും, നല്ല ഡാമേജും ഉണ്ടാക്കും. മോസ്റ്റ് ഓഫ് ദ ടൈം ഓർ ഓൾമോസ്റ്റ് ഓൾവേസ് ദെയർ പോപ്പുലേഷൻ ലെവൽ വുഡ് റിമൈൻ എബവ് ദ ഡാമേജ് ത്രിഷോൾഡ്. ഒരു ഡാമേജ് ത്രിഷോൾഡിനെക്കാളും എപ്പോഴും കൂടുതലാവും ഓരോ പോപ്പുലേഷൻ ലെവല്. ഇറ്റ് ഈസ് ഇഫ് നോട്ട് എഫക്റ്റീവ്ലി കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ ഡാമേജ് ത്രെഷോൾഡ് എപ്പോഴും ഹൈ ആയിരിക്കും. എഫക്റ്റീവ് കൺട്രോൾ ഓഫ് കീ പെസ്റ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ എക്കണോമിക് പ്രൊഡക്ഷൻ ഓഫ് ക്രോപ്പ് പ്ലാന്റ്. ഈ ഒരു ക്രോപ്പ് പ്ലാന്റിൻ്റെ നല്ല എഫക്റ്റീവ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇവരെ നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഇവർ ഫുള്ള് നശിപ്പിച്ചു. അടുത്തതാണ് ഒക്കേഷണൽ പെസ്റ്റ്. ഒക്കേഷണൽ പെസ്റ്റ് വെച്ചാൽ ദീസ് ആർ ദ ഇൻസെക്ട്സ് പെസ്റ്റ് വിച്ച് റിമൈൻ എബവ് ദ ഡാമേജ് ത്രിഷോൾഡ് ലെവൽ ഓൺലി ഒക്കേഷണലി ഓർ ഇൻഫ്രീക്വൻ്റ്ലി. ഒക്കേഷണലിയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഫ്രീക്വൻ്റ് അല്ലാതെ ഇൻഫ്രീക്വൻ്റ്ലിയോ മാത്രം ഇവരെ പോപ്പുലേഷന് ഡാമേജ് ത്രിഷോൾഡിനേക്കാളും കൂടുതലായിരിക്കും, എപ്പോഴും കാണപ്പെടില്ല. ഫോർ ലോങ് പീരീഡ്സ് ഓഫ് ടൈം ദ പോപ്പുലേഷൻ റിമൈൻ ബിലോ ദ ഡാമേജ് ത്രിഷോൾഡ്. ഒരു ലോങ് പീരീഡിൽ ഓരോ പോപ്പുലേഷൻ എപ്പോഴും ഡാമേജ് ത്രെഷോൾഡിന് താഴെയായിരിക്കും. ബട്ട് ഒക്കേഷണലി ചില ഇൻസ്റ്റൻറ്റിൽ മാത്രം ഇത് സൈക്ലിക്കലി ആവാം, അല്ലെങ്കിൽ റെഗുലർ ഇൻ്റർവെൽസിൽ അല്ലെങ്കിൽ സ്പൊറാഡിക്കലി ദേ സ്വെൽ ടു ഡാമേജിങ് ലെവൽസ് ആൻഡ് കോസ് പ്രോബ്ലംസ്. അത് എപ്പോഴും പ്രോബ്ലംസ് കോസ് ചെയ്യില്ല. ഒക്കേഷണലിയോ അല്ലെങ്കിൽ ഇൻഫ്രീക്വൻ്റ്ലിയോ മാത്രമാണ് ഇവരെ പോപ്പുലേഷൻ ഒരു ഡാമേജ് ത്രിഷോൾഡിനേക്കാളും എബവ് ആവാം. ദെയർ പോപ്പുലേഷൻ ഫ്ലക്ച്വേഷൻ ആർ എയ്തർ ഡ്യൂ ടു ക്ലൈമാറ്റിക് ഇൻഫ്ലുവൻസ്. ആ ഫ്ലക്ച്വേഷന് ക്ലൈമാറ്റിക് ഇൻഫ്ലുവൻസ് കൊണ്ടോ ബയോളജിക്കൽ റീസൺസ് കൊണ്ടോ ഉണ്ടാവാം. പക്ഷേ എപ്പോഴും നോ ക്ലോസ് അസോസിയേഷൻ വിത്ത് ക്രോപ്പ്. ഒരു ക്രോപ്പിനായിട്ടൊരു ക്ലോസ് അസോസിയേഷൻ ഇല്ല. അതിൻ്റെ എക്സാമ്പിളാണ് കേസ് വേം ഓഫ് പാഡി, മാംഗോ സ്റ്റെം ബോറർ. അതിൽ ആറാമത്തെ കാറ്റഗറിയാണ് റെഗുലർ പെസ്റ്റ്. ദീസ് ആർ ദ കീ പെസ്റ്റ് വിച്ച് റിമൈൻ എബവ് ദ ഡാമേജ് ത്രിഷോൾഡ് ലെവൽ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഓർ ഓൾമോസ്റ്റ് ഓൾ ഇയർ റൗണ്ട്. എപ്പോഴും അതിൻ്റെ ഡാമേജ് ത്രിഷോൾഡ് ലെവൽ എബവ് ആവും. അപ്പോൾ ഒരു ഇയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓൾമോസ്റ്റ് ഓൾ ദ ഇയർ റൗണ്ടിൽ ഇവരെ എഫക്റ്റ് ചെയ്തിട്ട് കാണും. ദേ ഹാവ് ക്ലോസ് അസോസിയേഷൻ വിത്ത് സ്പെസിഫിക് ക്രോപ്പ്. ഇവരെപ്പോഴും ഒരു സ്പെസിഫിക് ക്രോപ്പിനായിട്ടൊരു ക്ലോസ് അസോസിയേഷൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ത്രിപ്സ് ഓൺ ചില്ലീസ്, അഫിഡ്സ് ഓൺ കോട്ടൺ, ജാസിഡ്സ് ഓൺ പാഡി, ഫുഡ് ബോറോസ് ഓൺ ബ്രിഞ്ചാൽ എക്സെട്ര. അതിൽ 7th വണ്ണാണ് സീസണൽ പെസ്റ്റ്. സീസണൽ പെസ്റ്റ് എന്ന് പറഞ്ഞാൽ പേര് തന്നെ മനസ്സിലാവും, ചില സീസണിലാവും ഇവർ ആക്ടിവേറ്റ് ആവാം. ദീസ് ആർ ദ ഒക്കേഷണൽ ആയിട്ടുള്ള പെസ്റ്റാണ് വിച്ച് മൾട്ടിപ്ലൈ ടു ദ ഡാമേജിങ് ലെവൽ ഓൺലി ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ ഇയർ. ഒരു ഇയറിൻ്റെ ഒരു പെർട്ടിക്കുലർ പാർട്ടിലേക്കും ഇവർ ഡാമേജിങ് ലെവലിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ദ ഇൻസിഡൻസ് ഓഫ് ദീസ് പെസ്റ്റ് ഈസ് കൺട്രോൾ ലാർജ്ലി ബൈ ലോക്കൽ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് കൊണ്ടും വെതർ കണ്ടീഷൻ കൊണ്ടായിരിക്കും ഇവരെ ഈ ഒരു ഡാമേജ് ലെവൽ കൺട്രോൾ ആവാം. റെഡ് ഹെയറി കാറ്റർപില്ലർ അതൊരു എക്സാമ്പിളാണ്. റെഡ് ഹെയറി കാറ്റർപില്ലർ ഓൺ ഗ്രൗണ്ട് നട്ടിലുള്ള കാണപ്പെടുന്ന ഒരു റെഡ് ഹെയറി കാറ്റർപില്ലറെ ഒരു ഗ്രൗണ്ട് നട്ടിൽ ഏപ്രിൽ മെയ് മാസത്തിൽ പൊള്ളാച്ചിയിലുള്ള ഗ്രൗണ്ട് നട്ടിൽ ഇത് കാണപ്പെടും. അതേപോലെ തന്നെ ഓഗസ്റ്റിൽ മധുരയിലും കാണപ്പെടും. അത് സീസണൽ പെസ്റ്റ് ആയതുകൊണ്ട് ചില സീസൺസിലാവും, ചില ഭാഗത്ത് ഇത് ആക്റ്റീവ് ആവാം. പിന്നെ 8ാമത്തെ കാറ്റഗറിയാണ് പെർസിസ്റ്റൻറ്റ് പെസ്റ്റ്. ദീസ് ആർ ദ കീ പെസ്റ്റ് വിച്ച് സ്പെൻഡ് ദ ഹോൾ ഓർ മോസ്റ്റ് ഓഫ് ദെയർ ലൈഫ് ടൈം ഓൺ സ്പെസിഫിക് ക്രോപ്പ് പ്ലാന്റ്. എപ്പോഴും ഓരോ ലൈഫ് സൈക്കിൾ ഫുള്ളായിട്ട് ഒരു സ്പെസിഫിക് ക്രോപ്പ് പ്ലാന്റിനായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കും. ഒരു ക്ലോസ് അസോസിയേഷൻ ഉണ്ടാകും. സോ ഇത് ഒക്കർ ഓൺ ക്രോപ്പ് പ്ലാന്റ്സ് ത്രൂ ഔട്ട് ദ ഇയർ. അപ്പോൾ ഒരു ത്രൂ ഔട്ട് ദ ഇയറിൽ ഇവർ ഒരു ക്രോപ്പ് പ്ലാന്റിന്മേൽ കാണപ്പെടും. ട്രിപ്സ് ഓൺ കാർഡമം സ്കെയിൽ, insects and mealy bugs on sugarcane are example of persistent pest. And 9th one is sporadic pest. സ്പൊറാഡിക് പെസ്റ്റ് എന്ന് വെച്ചാൽ ദീസ് ആർ ദ ഒക്കേഷണൽ ആണ്, നോൺ റെസിഡൻ്റ് ആണ്. അതായത് ഒരു കൃത്യമായിട്ടുള്ളൊരു സ്ഥലമില്ല, മൈഗ്രേറ്ററി ആണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകാൻ പറ്റും. വിച്ച് റൈസ് ടു ദ പെസ്റ്റ് സ്റ്റാറ്റസ് ഓൺലി ആക്സിഡൻ്റലി. പെസ്റ്റിൻ്റെ സ്റ്റാറ്റസിനെ ആക്സിഡൻ്റലി ആയിട്ടോ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ്ലിയോ മാത്രം ഇത് കൂട്ടുള്ളൂ. അത് ഒക്കേഷണൽ ആണ്, നോൺ റെസിഡൻ്റ് ആണ്, മൈഗ്രേറ്ററി ആണ്. ഇൻ സർട്ടൻ ഐസൊലേറ്റഡ് ലൊക്കാലിറ്റീസിൽ മാത്രം ആക്സിഡൻ്റലി ആയിട്ടും അൺഎക്സ്പെക്റ്റഡ്ലി ആയിട്ടും മാത്രമേ ഇവർ ഈ പെസ്റ്റ് സ്റ്റാറ്റസ് കൂട്ടുള്ളൂ. അതിൻ്റെ എക്സാമ്പിൾസാണ് ലെപ്റ്റോകൊറൈസ അക്യൂട്ട, റൈസ് ബഗ്, പാഡിയിൽ നമ്മൾ റൈസിലൊക്കെ കാണുന്ന ലെപ്റ്റോകൊറൈസ അക്യൂട്ട, പാരസ് ലെപ്പിഡ ആൻഡ് കാസ്റ്റേഴ്സ്, ലോക്കസ്, സം ഗ്രാസ്ഹോപ്പേഴ്സ്, കട്ട്വേംസ് എക്സെട്ര. ആൻഡ് 10th one is monophagous pest. The insect pest which subsist on a single species of host plant. ഒരു ഹോസ്റ്റ് പ്ലാന്റിൻ്റെ ഒരു സിംഗിൾ സ്പീഷീസിലായിരിക്കും ഇവർ കൂടുതലായിട്ടും കാണപ്പെടാം. അതിൻ്റെ എക്സാമ്പിളാണ് പാഡി സ്റ്റെം ബോറർ. പിന്നെ ഒലിഗോഫാഗസ് പെസ്റ്റ്, ദ ഇൻസെക്ട് പെസ്റ്റ് വിച്ച് ഫീഡ് ഓൺ എ ഫ്യൂ റിലേറ്റഡ് സ്പീഷീസ് ഓഫ് ഹോസ്റ്റ് പ്ലാന്റ്. ഒരു ഹോസ്റ്റ് പ്ലാന്റിൻ്റെ റിലേറ്റഡ് സ്പീഷീസിനോടും കൂടെ കാണപ്പെടുന്നതാണ് ഒലിഗോഫാഗസ് പെസ്റ്റ്. മോണോഫാഗസ്
പെസ്റ്റ് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ സ്പീഷീസ് ഓഫ് ഹോസ്റ്റ് പ്ലാന്റിലും ഒലിഗോഫാഗസ് പെസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഫ്യൂ റിലേറ്റഡ് സ്പീഷീസ് ഓഫ് ഹോസ്റ്റ് പ്ലാന്റിലേക്കും കാണപ്പെടുക. അതിൻ്റെ എക്സാമ്പിളാണ് കാറ്റർപില്ലർ. പിന്നെ 12th വൺ ഈസ് പോളിഫാഗസ് പെസ്റ്റ്. പോളി മീൻസ് മെനി. അപ്പോൾ വൈഡ് റേഞ്ച് ഓഫ് ഹോസ്റ്റ് പ്ലാന്റ്സിൽ ഇവരെ എഫക്റ്റ് ചെയ്യും. അതിൻ്റെ എക്സാമ്പിളാണ് ലെപ്റ്റോകൊറൈസ, വെരിക്കോമസ്. ആൻഡ് 13th വൺ ഈസ് ആർ പെസ്റ്റ്, കെ പെസ്റ്റ് ആൻഡ് ആർ കെ പെസ്റ്റ്. ഇത് ഒരു സൗത്ത് വുഡ് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് 1976 കൊടുത്ത ഒരു ക്ലാസിഫിക്കേഷനാണ്. അതിൽ 3 കാറ്റഗറി ആയിട്ട് പറയപ്പെടുന്നു. ഒന്ന് ആർ പെസ്റ്റ്, കെ പെസ്റ്റ് ആൻഡ് ആർ കെ പെസ്റ്റ്, അതായത് ഇൻ്റർമീഡിയറ്റ്. അതിൽ ആർ പെസ്റ്റ് ആൻഡ് കെ പെസ്റ്റ് ഒക്യുപ്പൈ ദ ഓപ്പോസിറ്റ് എൻഡ്സ് ഓഫ് ദ സ്കെയിൽ. ആർ പെസ്റ്റും കെ പെസ്റ്റും ഒരു സ്കെയിൽ എടുക്കുകയാണെങ്കിൽ ആർ പെസ്റ്റ് ഒരു സൈഡിലും കെ പെസ്റ്റ് ഒരു സൈഡിലും ആർ കെ പെസ്റ്റ് ഒരു മിഡിലായിട്ടും കാണപ്പെടും. ഈച്ച് ഗ്രൂപ്പ് ഹാവിങ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഓർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഓൺ ദ അതർ ഹാൻഡ് ഇൻ്റർമീഡിയറ്റ് പെസ്റ്റ് സ്റ്റാൻഡ് ഇൻ ബിറ്റ്വീൻ ദം. അപ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആർ കെ പെസ്റ്റ് കാണിക്കുക. The mixture of the characters of both R pest and the small sized K pest of major pests characterized by അതിൻ്റെ ഈ ആർ കെ പെസ്റ്റിൻ്റെ ക്യാരക്ടേഴ്സിൽ വരുന്ന സംഭവങ്ങളാണ് അൺസ്പെഷ്യലൈസ്ഡ് ഫുഡ് ഹാബിറ്റ്. അവർക്കൊരു സ്പെഷ്യലൈസ്ഡ് ഫുഡ് ഹാബിറ്റ്സ് ഇല്ല. നല്ല ഹൈ റീപ്രൊഡക്റ്റീവ് പവർ ഉണ്ട്, എറപ്റ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ട്, റാപ്പിഡ് ആൻഡ് എക്സ്റ്റെൻസീവ് ഡിസ്പേഴ്സൽ ഉണ്ട്, ഹൈ ഹോസ്റ്റ് ഫൈൻഡിങ് എബിലിറ്റീസ് ഉണ്ട്. അതിൽ കെ പെസ്റ്റ് അത് റിലേറ്റീവ്ലി ലാർജ് സൈസ്ഡ് മൈനർ പെസ്റ്റാണ് with highly specialized food habits, low reproductive powers, slow population growth, restricted dispersal and poor host finding abilities. Normally these insects only very rarely become serious pests of economic importance. K pest വെരി റൈറ്റ്ലി മാത്രമേ ഒരു സീരിയസ് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുള്ളൂ. കാരണം ഒരു മൈനർ പെസ്റ്റാണ്, സ്പെഷ്യലൈസ്ഡ് ഫുഡ് ഹാബിറ്റ്സ് ഉണ്ട്, ലോ റീപ്രൊഡക്റ്റീവ് പവേഴ്സ് ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ കെ പെസ്റ്റ് വെരി റൈറ്റ്ലി മാത്രമേ സീരിയസ് പെസ്റ്റ് ആവുള്ളൂ. കോക്കനട്ട് പെസ്റ്റ് സച്ച് ആസ് ബ്ലാക്ക് ബീറ്റിൽ, അതായത് ഒറൈസെറ്റ് റൈനോസറസ്, കോക്കനട്ട് പാം വീവിൽ ആർ എക്സാമ്പിൾ ഓഫ് കെ പെസ്റ്റ്. അതിൽ 14th വണ്ണാണ് ഹൗസ് ഹോൾഡ് പെസ്റ്റ്. ദ പെസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾ, ഫുഡ് പ്രൊഡക്ട്സ് എക്സെട്ര. ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പെസ്റ്റിന് പറയുന്ന പേരാണ് ഹൗസ് ഹോൾഡ് പെസ്റ്റ്. ആൻഡ് 15th വൺ ഈസ് അഗ്രികൾച്ചറൽ ആൻഡ് ഹോർട്ടിക്കൾച്ചറൽ പെസ്റ്റ്. ദീസ് പെസ്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അഗ്രികൾച്ചറൽ ക്രോപ്സ് ആൻഡ് ഹോർട്ടിക്കൾച്ചറൽ പ്ലാന്റ്സ്. ക്രോപ്സിനേറ്റും ഹോർട്ടിക്കൾച്ചർ പ്ലാന്റ്സിനേറ്റും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പെസ്റ്റാണ് അഗ്രികൾച്ചറൽ ആൻഡ് ഹോർട്ടിക്കൾച്ചറൽ പെസ്റ്റ്. Then pest of stored products. The pest associated with stored grains, tubers and other products. സ്റ്റോർ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സിൽ കാണപ്പെടുന്ന പെസ്റ്റിനെ നമ്മൾ പെസ്റ്റ് ഓഫ് സ്റ്റോർഡ് പ്രൊഡക്ട്സ്. ദ നമ്പർ ഓഫ് ഇൻസെക്ട്സ് പെസ്റ്റ് സ്പീഷീസ് ഇസ് നോട്ട് ലാർജ്. വലിയ കൂടുതലൊന്നുമില്ല. ദെയർ ആക്ടിവിറ്റീസ് ഹാവ് മേജർ ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ വെൽഫെയർ. ഓരോ ആക്ടിവിറ്റി ഒരു നല്ലൊരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. The FAO and the UN has estimated that 1/3 of the food already grown is lost to the pests and diseases. അതായത് കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള 1/3 ഓഫ് ഫുഡ് ഉണ്ടല്ലോ, അത് ഓൾറെഡി ലോസ്റ്റ് ഓഫ് പെസ്റ്റ് ആൻഡ് ഡിസീസസ്. പെസ്റ്റ് കൊണ്ടും ഡിസീസസ് കൊണ്ടും 1/3 ഓഫ് ദ ഫുഡ് പ്രോഡക്ട്സ് ആർ ഓൾറെഡി ലോസ്റ്റ്, എയ്തർ ഫ്രം ദ ഗ്രോയിങ് ക്രോപ്പ് ഇൻ ദ ഫീൽഡ് ഓർ ഫ്രം ദ സ്റ്റോർ ആഫ്റ്റർ ദ ഹാർവെസ്റ്റ്. അത് ക്രോപ്പ് ഫീൽഡിൽ തന്നെ നശിക്കപ്പെടാം, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ആ രൂപത്തിൽ പെസ്റ്റ് വന്നിട്ട് നശിക്കപ്പെടാം. നിയർലി ഹാഫ് ഓഫ് ദീസ് ലോസസ് ആർ ഡ്യൂ ടു ഇൻസെക്ട്സ്. അതിൽ ഹാഫ് ഓഫ് ലോസസും ഇൻസെക്ട്സ് കൊണ്ട് വരുന്ന ഒരു റീസണാണ്. Thus, from a hungry world of booming millions, insects robs more than their fair share.